Thank you. Thank you so much, Pastor Uncle. I want to thank the church in Jesus' name for the opportunity given me to share the word of God. കർത്താവിൻ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ഇവിടുത്തെ രാത്രി അമേരിക്കയിലെ രാവിലെ ഒരുമിച്ചായിരിക്കാൻ സഹായിക്കുന്നല്ലോ. എനിക്ക് എന്താണ് പരിചയം ജോയലിനെ മാത്രമേ ഉള്ളൂ. പിന്നെ ജോൺ എന്ന് പറഞ്ഞ അപ്പച്ചനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇവിടെ കണ്ട് പരിചയമുണ്ട് അപ്പച്ചനെ. I want to thank the entire church for your wonderful love this very evening here in India, and also the time in USA this morning, as we all are living in a time when things are going against our own desires and against the will of God. God has seen us as faithful servants who can stand in this end time as testimony for God. And I'm very happy to hear some testimonies regarding fasting prayer. Even in USA, I heard that that daughter was fasting and praying for 21 days, which is very rare these days. Hallelujah. And I'm happy that God already spoke. I had a couple of things in my mind, and already from Pastor Uncle and also Brother Joel, God gave the word. ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്ന രണ്ട് വിഷയങ്ങൾ അത് ദൈവാസിനെ കൂടും ജോയലിനെ ത്രൂവും കർത്താവ് സംസാരിച്ച് കഴിഞ്ഞു. എന്നാൽ വീണ്ടും അതിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നു. ആസ് ഗോഡ് ലീഡ്സ് മീ, I would like to enter into the word of God. ഈ ഒരു അന്ത്യകാലഘട്ടത്തിൽ എന്താണ് സഭയുടെ ഉത്തരവാദിത്വം? Praise God. In this last days, what is responsible to the church? സഭ എങ്ങനെ നിൽക്കണം? സഭ എവിടെ വില കൊടുക്കണം? ആമേൻ. സഭയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു അനുഭവമാണ്, അവസ്ഥയാണ് ഇപ്പം. As we are approaching the last days of our life, especially കർത്താവിന്റെ വരവിന്റെ ഏറ്റവും അവസാന സമയമാണെന്ന് മനസ്സിലാക്കാനായിട്ട് TV ഓണാക്കിയാൽ മാത്രം മതി. ഇപ്പം ബൈബിൾ വായിച്ചില്ലെങ്കിലും അന്ത്യത്തിലേക്ക് എത്തുന്നെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ അനുഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇപ്പം ബൈബിൾ വായിക്കാത്തവർക്കും അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വി ഓൾ നോ സംതിങ് ഇസ് നോട്ട് റൈറ്റ്, പക്ഷെ ബിബ്ലിക്കലി നോക്കുകയാണെങ്കിൽ സംതിങ് ഇസ് റൈറ്റ്. നമ്മുടെ വീട്ടിൽ പോകാൻ സമയം അടുത്തിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു. വെൻ യു ലുക്ക് അറ്റ് ദി ടെലിവിഷൻ, ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കൺട്രിയാണ് ഇസ്രായേൽ. സോ ഈവൻ യു ഓപ്പൺ ടെലിവിഷൻ, ദ വൺ കൺട്രി യു ഓൾവേസ് സീ ഇസ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഒരു റോൾ കർത്താവ് വരവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റോളാണ്. നമ്മളിപ്പം കാണുന്ന ചില അനുഭവങ്ങള് കർത്താവ് വരവിനെ വിളിച്ചറിയിക്കുന്ന അനുഭവങ്ങളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇൻ ദിസ് ലാസ്റ്റ് ജനറേഷൻ, what does God expect from all of us? Can I ask you, എന്റെ വോയിസ് ക്ലിയർ ആണോ പാസ്റ്റർ അങ്കിളെ? എന്റെ വോയിസും വീഡിയോയും ക്ലിയർ ആണോ? ഇടയ്ക്ക് ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം, ഞാൻ അന്നേരം എൻ്റെ ഇന്റർനെറ്റ് മാറ്റാം എന്ന് അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. സോ ഈ ഒരു കാലഘട്ടത്തിൽ സഭയുടെ ഉത്തരവാദിത്തം എന്തായിരിക്കുന്നു? Now, being in Bangalore, something I am seeing here and also in different parts of the world is that spirituality is also compromised. Amen. ആത്മീയ അനുഭവങ്ങളും കോംപ്രമൈസ് ചെയ്യുന്ന അനുഭവങ്ങളാണ് ഈ സമയം. പ്രൈസ് ഗാഡ്. പണ്ട് കാലത്ത് കർത്താവിനെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. previous days, we used to preach about the coming of the Lord. ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിനെ വരവിനെ കുറിച്ച് അധികം പ്രസംഗിക്കാത്ത ഒരു കാലഘട്ടമായിരിക്കും ഈ സമയം. We don't preach much about the coming of the Lord. ഇപ്പോഴത്തെ ടോപ്പിക് എല്ലാം ഡീവിയേറ്റ് ആയിട്ട് എവിടെയോ കർത്താവും ലോകവും ഒരുമിച്ച് പോകാമെന്നുള്ള ചിന്തയിലേക്ക് വന്ന ഒരു സമയമായിരിക്കുന്നു. ആമേൻ. We are living in a generation where compromised Christianity is acceptable എന്ന് പറഞ്ഞാൽ ലോകവും ഇച്ചിരി കുഴപ്പമില്ല, ദൈവം ഇച്ചിരി വേണം, അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് എത്തുമ്പോൾ സഭയുടെ ഉത്തരം എന്താണ്? സഭയുടെ സ്റ്റാൻഡ്സ് എന്താ? Where does the church stand in this end time? Praise God. I don't know how many of you heard about the revival in Bangalore. നിങ്ങൾ ഇതിനെ കേട്ട് കാണും. ബാംഗ്ലൂരിൽ ഉണ്ടാവുമെന്ന് വെച്ച് കേട്ട് കാണും. ഇവിടെ heard about some revival in Bangalore. എൻ്റെ വീടിന് വളരെ അടുത്ത് തന്നെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ അടുത്ത് തന്നെയാണ്, ലോകം മൊത്തം കേട്ട ഒരു അനുഭവമാണ്. പക്ഷേ somewhere I am not able to relate to the word of God. ദൈവവചനമായിട്ട് എനിക്കൊരു ഉണർവിനെ എനിക്കിത് കാണാൻ കഴിയുന്നില്ല. കാരണം ഉണർവിന്റെ റിവൈവലിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താ? What is the biggest sign of a revival? The biggest sign of a revival is repentance. മാനസാന്തരമാണ് ഉണർവിന്റെ ഏറ്റവും വലിയ സൈന്. ആമേൻ. ഈ ഒരു കാലഘട്ടത്തിൽ ഉണർവിന്റെ സൈൻ അനോയിന്റിങ് മാത്രമാണ്. ആമേൻ. ഈ ഒരു കാലഘട്ടത്തിൽ രോഗസൗഖ്യവും
പരിശുദ്ധാത്മാവിന്റെ പവർ മാത്രമാണ് പക്ഷെങ്കിൽ വചനം വായിക്കുവാണെങ്കിൽ the biggest sign of a revival is repentance. Praise God. As servant of God already spoke that we have to separate ourselves from the world. We'll come to the word of God. If you read 2 Corinthians chapter 7 verse 1, we all know this chapter, and before Brother Joel mentioned something, I will come to that also. It speaks about godly promises. And therefore, having these promises, beloved, let us cleanse ourselves from all filthiness of the flesh and spirit. Hallelujah. ശരീരത്തിന്റെയും ആത്മാവിന്റെയും അല്ലെ സകല കൺമഷനും നീക്കി നമുക്ക് നമുക്ക് ആ വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആദത്തങ്ങളിലേക്ക് നമുക്ക് പ്രസ് ഓൺ ചെയ്യാം. നമുക്ക് beloved, let's cleanse ourselves. നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാം. എവിടുന്നാണ്? എഴുതിക്കുന്നത് filthiness, നമ്മുടെ അശുദ്ധമായ അനുഭവം, ഇതിന്റെയൊക്കെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ജഡത്തിന്റെയും അനുഭവങ്ങൾ. ഏത് അനുഭവം? അശുദ്ധമായ അനുഭവം. Sometimes, as Pastor Uncle said, the small s of spirit, നമ്മുടെ ഈ സ്പിരിറ്റും ഫ്ലഷും, this is filthy. Sometimes it's filthy. God is not able to dwell in us. നമ്മുടെ ഈ ശരീരം ദൈവത്തിന്റെ ആലയമല്ലേ? Bible says, it's teaching us, you are the temple of God. God dwells inside you. The Bible says we all have God's promises. നമുക്ക് എല്ലാവർക്കും ദൈവികമായ വാഗ്ദത്തങ്ങൾ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, വാഗ്ദത്തം എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത്, people misunderstand it with some sort of a prosperity അല്ല വാഗ്ദത്തം. വാഗ്ദത്തം എപ്പോഴും കർത്താവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒരു ദൈവികമായ ഒരു വെളിപ്പാടാണ് ഒരു പ്രോഫസി. any prophecy, it edifies the church. ഒരു അന്യഭാഷ പറയുമ്പോൾ അന്യഭാഷ നമ്മളെ edify ചെയ്യുമ്പോൾ, when tongues edify you, prophecy edifies the church. Therefore, God says we have got the promises of God. Why? So that we become more like Christ is every day. യേശുവിനെ പോലെ ബെറ്ററായി വരുവാൻ വേണ്ടിയും കർത്താവ് പറയുക, imitate me. ഞാൻ നടക്കുന്ന പോലെ be my imitators. കർത്താവിനെ കോപ്പി ചെയ്യുന്ന, കർത്താവിനെ പോലെ നടക്കുന്ന ദൈവമക്കളായി മാറുവാൻ വേണ്ടി ദൈവികമായ വാഗ്ദത്തങ്ങളുണ്ട്. Praise God. എന്താ വായിക്കുന്നത്? ഇന്ന് വായിച്ചൊരു സൺഡേ ഞാൻ പ്രസംഗിച്ചൊരു വാക്യമുണ്ട് ചർച്ചില്. 2 തിമോത്തി 2 തിമോത്തിയസ് ലേഖനം 1-ാം അധ്യായത്തിന് 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പൗലോസ് പറയുകയാണ്, 2 തിമോത്തി 1 Timotheus chapter 1 verse 18. അവിടെ ഇങ്ങനെ വാക്യമുണ്ട്. It says, മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. Praise God. It says, this charge I commit you. The words used by Paul is given to the army, is given to the army officials. ആർമിക്ക് കൊടുക്കുന്ന ചില വാക്കുകളാണ് തിമോത്തിയോസ് പറഞ്ഞ വാക്ക്, I charge you. Amen. എന്താ പറയുന്നത് അറിയാമോ? According to the promises previously made concerning you, that by them you may wage the good warfare. ഈ കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ നിമിത്തം ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനും അതിലേക്ക് ഓടുവാൻ വേണ്ടി ഒരു നല്ല വാർഫെയർ കൊണ്ട് തന്നെ. ഈ ദൈവികമായ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചുമ്മാതെ കിട്ടത്തില്ല. വചനം പറയുകയാണ്, we have to cleanse ourselves. സോൾ ആൻഡ് സ്പിരിറ്റിന്റെ അശുദ്ധമായ അനുഭവങ്ങളെ മാറ്റിക്കൊണ്ട് അതിനെ filthy nature, completely eradicate all sorts of unnecessary worldly desires. അത് മാറ്റിക്കൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, having faith and a good conscience. ഈ രണ്ട് വിഷയം, വിശ്വാസവും നല്ല മനസാക്ഷിയും. ഈ ഒരു അവസാന കാലഘട്ടത്തിൽ ഇല്ലാത്ത രണ്ട് കാര്യമുണ്ട്. കർത്താവ് പറയുക, കർത്താവിന് വരുന്ന സമയത്ത് അവസാന കാലഘട്ടം വിശ്വാസം കണ്ടെത്തുമോ? ഒരു സമയമുണ്ട്. There was a time when faith was a priority. വിശ്വാസം, ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ പിതാക്കന്മാർ, എന്റെ പപ്പയൊക്കെ വിശ്വാസി, എന്റെ അപ്പച്ച വിശ്വാസി സമയത്തൊക്കെ അന്നൊക്കെ രോഗം വന്നാൽ, if a disease comes, സഭ ഒന്നായി പ്രാർത്ഥിക്കും. Praise God. When somebody is sick, people come together and pray for a healing. ഇപ്പം ആദ്യം പറയുന്നത് എന്താ? വാർഡ് നമ്പർ 3 കിടക്കുന്ന പേഷ്യന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, വേണമെങ്കിൽ പോയി കാണാം. അങ്ങനെയല്ല കേട്ടോ.
അവസാന കാലഘട്ടത്തിൽ I am telling you, if you have the promise of God, if you have the word of God upon you, if you know the name of Jesus Christ, if you know the name of the Lord, if you pray for the sick, ഇന്നും സൗഖ്യമുണ്ടാകും. Amen. പക്ഷെ എങ്ങനെ ഉണ്ടാകും? How will it happen? It only happen if you cleanse yourself. അശുദ്ധമായ വിഷയങ്ങളെ മാറ്റി, ജഡത്തിന്റെ ആത്മാവിന്റെ അശുദ്ധ അനുഭവങ്ങളെ മാറ്റുവാണെങ്കിൽ മാത്രമേ സൗഖ്യം വ്യാപരിക്കത്തുള്ളൂ. Praise God. Whenever you read in the Bible about a healing, you always see sanctification linked to healing. You always see purity linked to healing. ഇതിപ്പം ആരും പറയുന്നില്ല, വെറുതെ പോയാൽ സൗഖ്യം കിട്ടുന്നില്ല കേട്ടോ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, go and sin no more. Go and sin no more. സൗഖ്യം കിട്ടിയിട്ട് ഒരു പാസ്റ്ററിന്റെ പേര് ബെറ്റർ ആകാൻ വേണ്ടിയാണ് സൗഖ്യം, രോഗസൗഖ്യം അല്ല. ഹീലിംഗ്, ഡിവൈൻ ഹീലിംഗ് ഇസ് ഫോർ യു ടു കം ഔട്ട് ഓഫ് യുവർ ഫിൽത്തിനെസ്. ആമേൻ. അഷ്കറഹംദനാസിയ വചനം പറയുക. ഒരു നല്ല മനസാക്ഷിയോടും വിശ്വാസത്തോടും ഹല്ലേലൂയ യുദ്ധം ചെയ്യാൻ, വാർഫെയർ ചെയ്യാൻ നമ്മൾ ചെയ്യാത്ത കാര്യമാണ്. Those people who fight for the promises, fight with the promises, with a good conscience and faith, only they will win the battle. Hallelujah. വചനം പറയുകയാ. It says ചില ആൾക്കാർ അതിനെ ത്യജിച്ചു കളഞ്ഞ വിശ്വാസത്തെ. Hallelujah. അങ്ങനത്തെ വ്യക്തികളെ ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ല. കർത്താവിന്റെ സ്നേഹത്തെയും വിശുദ്ധിയെയും ഇല്ലാതാക്കി കളയുന്നവരെ കർത്താവിന് ആവശ്യമില്ല. വചനം പറയുക. It says in 2 Corinthians chapter 7 verse 1, it says, therefore, having these promises, beloved, let us cleanse ourselves from all filthiness. അതിന്റെ നമുക്ക് 6-ാം അധ്യായത്തിലെ ജോൽ ബ്രദർ നേരത്തെ എടുത്ത വാക്യം 14th verse വായിക്കാം. എന്തായി therefore എന്നുള്ള അതിന്റെ മുമ്പ് നമുക്ക് വായിക്കാം. 6th chapter verse 14 onwards. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം തൊട്ട് പാസ്റ്റർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിൻ്റെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവസഭയെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പാസ്റ്റർ 6 അധികം വായിക്കാമോ? അതിന് 14th വേഴ്സ് വായിക്കാമോ? 14th 6:14. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവും ബലയാമിനും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി. Do not be bound together with unbelievers, for what partnership have righteousness and lawlessness, or what fellowship has light with darkness, or what harmony has Christ with Belial, or what has a believer in common with an unbeliever? Praise God. Some people ask me, can I marry an unbeliever? Bible says no, you cannot. Praise God. Because Bible clearly says, do not be unequally yoked together with unbelievers. എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട്, പുള്ളി ഒരു വേറെ ഒരു മതക്കാരനാണ്, കിട്ടിയ പ്രശ്നമുണ്ടോ? ദൈവഹിതമാണോ? ദൈവഹിതമല്ല. Because Bible says you cannot be unequally be yoked with the unbelievers. എന്താ കാരണം? ഇരുട്ടും വെളിച്ചവും തമ്മിൽ എന്തൊരു യോജിപ്പുണ്ടോ? Is there any connection between light and darkness? See, when you look at God's creation, ഉത്പത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, you see God's creation. In God's creation, you see, then in verse 3, then God said, let there be light, and there was light. And God saw the light, in verse 4, that it was good. ദൈവം എന്താ പറഞ്ഞേ? ലൈറ്റ്. ദൈവം രാവും പകലും രാവിലെയും രാത്രി ഉണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, ഡേ ഇസ് ഗുഡ്. രാത്രി നമ്മൾ കർത്താവ് ഒന്നും പറഞ്ഞില്ല. For the night, God didn't say it was good. For the day, God said it was good. ബാക്കി എല്ലാം ദൈവം ഉണ്ടാക്കിയപ്പോൾ ദൈവം പറഞ്ഞു, it is good, it is good, it is good, this is good. പക്ഷെങ്കിൽ രാത്രിയെ നോക്കിയപ്പം ദൈവം പറഞ്ഞില്ല it is good. ദൈവം പറഞ്ഞില്ല. But when God saw the day, God said it is good. Because the evil powers work in darkness. ഇരുട്ടിന്റെ അവകാശം, ഇരുട്ടിന്റെ അധികാരം ഉണ്ടോ? ശരിക്കും പറഞ്ഞാല് the spiritual battles, because right in front of my house they would eat the dead bodies and they would do witchcraft against us.
അങ്ങനത്തെ അശുദ്ധിയിൽ ജീവിക്കുന്ന, പിശാചിനെ സേവിക്കുന്നവർ മധ്യയിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ ജയിക്കും? ത്രൂ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി 3 മണിക്ക് 2:45 പ്രാർത്ഥിക്കാൻ വേണ്ടി എന്റെ ഡ്രോയിങ് റൂമിൽ വന്നു. I came to my toilet room to pray at 2:45. Immediately I heard a voice of God, and God told me, the kingdom of darkness that did not like you praying at this time. ഉടനെ ഞാൻ പറഞ്ഞു, Lord, I surrender for your kingdom of light to take over. ഉടനെ എന്റെ മോൻ എന്നെ അകത്തുനിന്ന് വിളിച്ചു. He is just 5 years old. ഡാഡാ, ഡാഡാ എന്ന ശബ്ദം എടുക്കാൻ കഴിയാതെ എന്നെ വിളിച്ചു. I went to his room. I asked him, no, what happened? അവൻ പറഞ്ഞു, ഡാഡാ, പിശാച് എന്നോട് ഫൈറ്റ് ചെയ്യുക. അവൻ ഉറക്കത്തിൽ കാണുക ഇങ്ങനെ, ഡെവിൽ എന്നോട് ഫൈറ്റ് ചെയ്യുക. ഞാൻ നോക്കി, നെക്സ്റ്റ് ഡേ ഞാൻ ശാസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവനെ വിടുവിച്ചു. അവന് വിടുതൽ കിട്ടിയ ആ സെക്കൻഡ് മോളെ ശത്രു തൊട്ടു. അവളിങ്ങനെ ഉറക്കത്തിൽ എന്തോ പേടിച്ച് കരയുന്ന പോലെ. ഞാൻ ശാസിച്ചു, പ്രാർത്ഥിച്ചു, അവൾ ഉറങ്ങി. I came back and prayed. നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്റെ മോൻ പറഞ്ഞു, സ്വപ്നത്തിൽ അവൻ കണ്ടു പിശാച്, അവന് ഇയ്യോബിന്റെ തോല്, അവൻ ഇളകി പോകുന്ന തോൽ, അങ്ങനത്തെ ഒരു സ്കിന്നായിരുന്നു. എന്നെ പിശാച് അറ്റാക്ക് ചെയ്യാൻ നോക്കി. പക്ഷെങ്കിൽ so he saw that when I sat to pray in the midnight, the enemy came to trouble us. See, the kingdom of darkness, the kingdom of light, they don't have any sort of a bonding. Praise God. You are meant to be in the kingdom of light. അതുകൊണ്ട് പറയുന്നത്, ദൈവികമായ അവകാശങ്ങൾ പ്രാപിക്കണമെങ്കിൽ വിശുദ്ധിയോടും വേർപാടോടും അതിനെ പ്രാപിക്കുക നമ്മൾ ആഗ്രഹിക്കണം. അല്ലാതെ അതിന് ഷോർട്ട് കട്ടായ ഒരു അനുഭവമോ ഒരു കാര്യമേ ഇല്ല. I mean, in this generation, purity is not preached much, and I am sad about it. I'm heartbroken about it, because this generation thinks everything is okay. No, everything is not okay. You can't mingle unequally with the unbelievers. You cannot mingle. It is not okay. Praise God. It says very clearly, 2 Corinthians chapter 6, that you cannot be unequally be yoked with the unbelievers. You know what it says? It says in verse 17, come out from among them and be separate, says the Lord. Do not touch what's unclean. അശുദ്ധമായത് തൊടരുതെന്ന്. Amen. Praise God. നമ്മളിപ്പം തൊടാറുണ്ട്. ഇപ്പൊ എല്ലാം നമ്മുടെ ഈ ഫിംഗർ ടിപ്സിലല്ലേ. ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പൊ ഇന്ത്യയിൽ കിട്ടുന്ന കാപ്പിപ്പൊടിയുടെ പേരാണ് ഇൻസ്റ്റന്റ് ബ്രൂ. ബ്രൂവിന്റെ കമ്പനിയുടെ പേര് ഇൻസ്റ്റന്റ് ബ്രൂവാ അല്ലെ. ഞാൻ കഴിഞ്ഞ ഓർക്കുമായിരുന്നു, എല്ലാം ഇൻസ്റ്റന്റ് ഇട്ട ഉടനെ പായസം, ഇൻസ്റ്റന്റ് പായസം, ഇൻസ്റ്റന്റ് പൊറോട്ട, അല്ലെങ്കിൽ എല്ലാം ഇപ്പൊ നമുക്ക് ഉണ്ടാക്കി കിട്ടുക, ചൂടാക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാം എല്ലാം ഇൻസ്റ്റാഗ്രാം. ഞാൻ ഓർക്കും, എല്ലാത്തിന്റെയും ഇൻസ്റ്റന്റ്, എവറിത്തിങ് ഇസ് ഇൻസ്റ്റന്റ്. വൈ? ബിക്കോസ് ദി എനിമി വാണ്ട്സ് ടു ട്രാപ്പ് യു ഇൻ ദി ഇൻസ്റ്റന്റ്, in the moment. We are living in a world of lies. We are living in a world of chaos. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കാര്യം കണ്ടു. നമ്മൾ കഴിക്കുന്ന ഒരു ടൊമാറ്റോ കെച്ചപ്പ് സോസ് ഉണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് എല്ലാവർക്കും വീട്ടിലൊക്കെ ഉള്ളതാണ്. ഫ്രഷ് ടൊമാറ്റോ കെച്ചപ്പ്. എന്റെ മേളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഫ്രഷ് ടൊമാറ്റോ, കിസാന്റെ ഒരു കമ്പനിയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഇതിനകത്ത് എത്ര തക്കാളി ഉണ്ടെന്ന് അറിയാമോ? ഡു യു നോ ഹൗ മെനി ടൊമാറ്റോസ് ആർ ദേർ ഇൻ ദിസ് സോസ്? ഒന്നുമില്ല, ഒരു തക്കാളി പോലും അകത്തില്ല. പിന്നെ ഇത് എന്താ സംഭവം? കെമിക്കലാണ്. പേരെന്താണ്? ഫ്രഷ് ടൊമാറ്റോ കെച്ചപ്പ്. പേരെന്താണ്? യോഹന്നാൻ അല്ലെ. സോറി, ഇതിനകത്ത് എന്റെ പേര് ജോൺ ആയിട്ട് പറഞ്ഞാണ്. പേരെന്താണ്? പത്രോസ്. എന്താണ്? തോമസ് കുട്ടി അല്ലെ, തോമസ്. പക്ഷെ തോമസിന്റെ ഗുണമൊന്നും. പ്രൈസ് ഗോഡ്. ആമേൻ. എന്റെ പപ്പയുടെ പേര് ജോൺ മാത്യു എന്നാണ്. എന്റെ പപ്പയുടെ പേര് ചാണ്ടിയാണ്. അദ്ദേഹത്തെ ഫാദറിന്റെ പേര് സക്രിയാണ്. സക്രിയാവിന്റെ പ്രവാചകന്റെ ഗുണമൊന്നും ഇല്ലല്ലോ. പക്ഷെ പേര് നല്ല ഒരു അർത്ഥമുണ്ട്, നല്ല പേര്, പക്ഷെ ഗുണമില്ലാത്ത. പണ്ടാരോണ്ട് പറഞ്ഞ പോലെ, ആമേൻ, പേര് സുന്ദരൻ പിള്ളை, പക്ഷെങ്കിൽ അവിടെ വിടുന്നു. പണ്ട് മേരിക്കോവിൽ പറഞ്ഞൊരു കാര്യമാണ്, അതിലേക്ക് ഞാൻ കയറുന്നില്ല. ആമേൻ. ഒരു ബാബർ ഷോപ്പിന്റെ പേര് ദേവാസി പറഞ്ഞു, ടാഗോർ ബാബർ ഷോപ്പ്. പക്ഷെ ടാഗോറും ബാബർ ഷോപ്പും തമ്മിൽ ഒരു ബന്ധമില്ല. നെയിം ഡസ് നോട്ട് ഷോ ഹൂ യു ആർ. യു ഹാവ് ടു ഷോക്കേസ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. നമ്മളെ കാണുമ്പോൾ people should see, they should read the power, they should read the love of Christ on your lives. അതിനെന്താ പറയുന്നത്? Don't touch the unclean thing.
ബെൽഷാസർ ദൈവത്തിന്റെ ആലയത്തിൽ ഇരിക്കേണ്ട ആ പാത്രങ്ങൾ എടുത്ത് അശുദ്ധമാക്കി. He brought all the honorable vessels into his own house for taking away the purity of it, for taking away the purpose of it. ദൈവത്തിന്റെ ഉദ്ദേശത്തിന് മാറ്റിക്കളയാൻ വേണ്ടി ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലയത്തെ പാത്രങ്ങൾ എടുത്ത് അശുദ്ധമാക്കി. What happened that night? He saw the hand of God against him. യഹോവയുടെ കരം അവന്റെ എതിരെ കണ്ടു കേട്ടോ. ഇന്ന് രാത്രി കാലം യഹോവയുടെ ആലയത്തിലുള്ള നമ്മൾ we who are meant to be in the house of God, let's worship him in truth and spirit, and God can use you in a powerful way. God says, if you do not touch these unclean things, I will receive you. I'll be a father to you, and you shall be my sons and daughters, says who? Says the Lord Almighty. എന്നിട്ട് പറയുക, therefore, having these promises, beloved, let us cleanse ourselves. എങ്ങനെ ക്ലെൻസ് ചെയ്യുന്നേ? I was reading Psalm 32 the other day. Psalm 30, നമുക്ക് എല്ലാവർക്കും അറിയാൻ സങ്കീർത്തനമാണ് Psalm 32. And I was just going through Psalm 32, and I was really amazed at how God writes through his servants. Psalm 32 ക്കകത്ത് നമ്മൾ എഴുതുന്ന ഈ Psalm 32-ന്റെ heading is a maskil. A maskil എന്ന് പറഞ്ഞാൽ a poetry of wisdom. ജ്ഞാനത്തിന്റെ ഒരു പോയട്രിയാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം എന്ന് പറയുന്ന ഒരു പോയട്രിയാണ്. ദാവീദ് ബത്ശേബയോട് കൂടെ പാപം ചെയ്ത് കഴിഞ്ഞ് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ആമേൻ. അവിടെ ഇങ്ങനെ എഴുതിക്കുന്നത്, ഞാൻ NLT എന്ന് പറയുന്ന ഒരു വേർഷൻ വായിക്കുമ്പോൾ, NLT നമുക്ക് എല്ലാവർക്കും അറിയാം, ബാക്കി we all know the other versions, but in NLT it says, oh, what joy for those whose disobedience is forgiven, whose sin is put out of sight. Amen. Amen. It says, അതിനവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആ വ്യക്തിക്ക് പാപത്തെ കർത്താവ് ആമേൻ അകറ്റി മാറ്റി കളഞ്ഞ വ്യക്തിക്ക് what joy, എത്ര സന്തോഷമാണെന്ന് അറിയാമോ? It says, yes, what joy for those whose record the Lord has cleared of guilt. പലപ്പോഴും നമുക്ക് റെക്കോർഡ് ഉണ്ട്. ജൂലൈ 2-ാം തീയതി, ജൂലൈ 3-ാം തീയതി, ജൂലൈ 5-ാം തീയതി റെക്കോർഡ്, പാപത്തിന് റെക്കോർഡ് എഴുതി വെച്ചേക്കുകയാണ്. He has written the sins, the guilt of our lives. Bible says, but what a joy for him whose record of guilt God has completely forgiven and he has put out of sight. Then it says, whose lives are lived in complete honesty. Now it's in verse 3. In verse 3, very important verse. In verse 3, it says, when I refuse to confess my sin. അത് മലയാളത്തിൽ വാസ്തവങ്ങളെ വായിച്ച് സഹായിക്കാമോ? മലയാളത്തിൽ And I kept silent about my sin, my body wasted away through my groaning all day long. ഞാൻ ഉണ്ടായിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾക്ക് ക്ഷയിച്ചു പോയി. അസ്ഥികൾക്ക് ക്ഷയമുണ്ടായെന്ന്. എപ്പോഴാണ് അസ്ഥികൾക്ക് ക്ഷയം? നിത്യമായി അസ്ഥികൾക്ക് ക്ഷയം. എന്റെ പാപത്തെ ഞാൻ ഏറ്റുപറയാൻ താല്പര്യം കാണിക്കാത്തപ്പം, when I said I will not confess, when I refused to confess my sin, my bones become weak. ഇന്ന് രാത്രികാലം, പകൽക്കാലം ആർക്കും അസ്ഥികൾക്ക് പ്രയാസമുണ്ടോ? ബോൺ ക്യാൻസർ ഉണ്ടോ? ഒറ്റ സിമ്പിളായ വഴിയാണ്. അകർത്യങ്ങളെ ഏറ്റുപറയാൻ വേണ്ടി, പാപത്തെ ഏറ്റുപറയാൻ വേണ്ടി ഹൃദയം കാണിക്കുവാണെങ്കിൽ അസ്ഥികളുടെ മേൽ രോഗസൗഖ്യം വ്യാപരിക്കും. You can ask me, Pastor, how can you be so sure about it? I will tell you why I'm so sure about it. അഹങ്കരിച്ച് പറയല്ല. ആമേന്. ഇത്ര നാളത്തെ ഞാൻ ജീവിതത്തിൽ ഒരു മരുന്ന് പോലും എടുക്കാൻ കർത്താവ് ഇടവരുത്തിയിട്ടില്ല. ആമേൻ. എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. അവർക്ക് ഞാൻ പോളിയോ ഡ്രോപ്പ് കൊടുത്തില്ല. ഡോക്ടർ പറഞ്ഞ് കൊടുക്കണം, ഞാൻ കൊടുക്കത്തില്ല. ഹല്ലേലൂയ. പോളിയോ വരണമെന്ന് യഹോവയുടെ ഇഷ്ടമാണെങ്കിൽ വരട്ടെ. പോളിയോ വരണം ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ആർക്ക് നിർത്താൻ കഴിയും? ആമേൻ. ഈ പോളിയോ വരാൻ പാടില്ല. കുഞ്ഞു ഓടണം, ദൈവം താല്പര്യപ്പെട്ടാൽ കുഞ്ഞു ഓടത്തിൽ ഓടും. ഹല്ലേലൂയ. അവൻ അകർത്യങ്ങളെ ക്ഷമിക്കുന്ന ദൈവത്തിന്, അവൻ the God who can forgive your sin has the power to heal all your sicknesses.
ആമേ. സങ്കീർത്തനം പറയുകയാ, ഞാൻ പാപത്തെ അകൃത്യത്തെ ഏറ്റു പറയാൻ താല്പര്യം കാണിക്കാത്തപ്പോൾ, when I chose not to confess my sins, my bones became weak. എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഹല്ലേലൂയ. പിന്നെ എഴുതിയേക്കുക, I groaned all day long. നിത്യമായ ഞെരുക്കം. ആമേൻ. എപ്പോഴും ഉണ്ടാകുന്നേ, when do you groan all day long? യഹോവയുടെ കരം അത് ഹെവിയായി വരുമ്പോൾ, അതിന് ഭാരം കൂടുമ്പോൾ അനങ്ങാൻ പറ്റത്തില്ല. ശരീരത്തെ അലട്ടും, മനസ്സിനെ അലട്ടും. ഇത് എഴുതിക്കുക, 4th verse എഴുതിയേക്കുക, രാവും പകലും, day and night your hand of discipline was heavy upon me. Amen. You are not able to work. You are not able to enjoy life. You are not able to remain happy. You know why? Because God's hand is against you, against you. പിന്നെ എഴുതിയേക്കുക, എന്റെ ഉഷ്ണകാലത്തെ പോലെ എന്റെ ബലം ചോർന്നു പോയി. അല്ലെങ്കിൽ it says in my Bible, in NLT it says, my strength evaporated like the water in the summer heat. Amen. If somebody here is feeling weak in your spirit and body, simple thing, don't touch that which is unclean. തുടരുത് കേട്ടോ. ആമേൻ. ഈ അന്ത്യകാലത്ത് രണ്ട് കാര്യം വിശുദ്ധി വേർപാട്, ആത്മാഭിഷേകത്തിൽ നമുക്ക് ജീവിക്കണം. ഹല്ലേലൂയ. ഈ സഭയോട് ദൂത് പറയട്ടെ, ഹിന്ദിക്കാർ ഇനി അവിടെ കടന്നു വരും. പ്രൈസ് ഗോഡ്. People who speak Hindi will come to your church. സഭയുടെ ഇതൊരു ആരംഭമാ. ദൈവം പറയുന്നു, അങ്ങനെ ഒരു നല്ല ആരംഭം യഹോവയുടെ കരം കൂടെ ഇരുന്നാൽ ഉണങ്ങിയ അസ്ഥി ജീവിക്കത്തില്ല. ദേവദാസന് ജീവിക്കും. എസെക്കിയേൽ പ്രവചനം വായിക്കുമ്പോൾ in the entire prophecy of Ezekiel, എല്ലാം ചാപ്റ്ററിലും you will see a different beginning. It says God's word came to me. God's word came to me. God's word came to me. Ezekiel 38 chapter, the most important chapter, where he's in the valley of dry bones. The first verse says, and God's hand came upon me. യഹോവയുടെ കരം എൻ്റെ മേൽ വന്നു. Praise God. ഒന്നാമത്തെ വാക്യം മാറ്റിവെച്ചാൽ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കത്തില്ല. ആമേൻ, ആമേൻ. ഒന്നാമത്തെ വാക്യം മാറ്റിവെച്ചാൽ ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കത്തില്ല. ഒന്നാമത്തെ വാക്യം ഗോഡ്സ് ഹാൻഡ്, യഹോവയുടെ കരം എസെക്കിയേലിന്റെ മേളിൽ വന്നു. ഹല്ലേലൂയ. യഹോവയുടെ കരം മേളിൽ വരുമ്പോൾ ആമേൻ, ഈ സഭയോട് ദൂത് പറയുകയാണ്, ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചു എഴുന്നേറ്റ് വരും. ആമേൻ. This dry bone shall become great flesh. It shall become a great nation. It will become a great army for the kingdom of God, for the purpose of God. Hallelujah. അഞ്ചാം വാക്യം പറയുകയാ. Finally ദാവീദ് പറയുകയാ, I confessed all my sins to you. And stopped trying to hide my guilt. എന്റെ പാപത്തെ മറച്ചു വെക്കാതെ ഫൈനലി അത് ഏറ്റുപറയാൻ ഞാൻ താല്പര്യം കാണിച്ചു. അപ്പൊ എന്ത് പറ്റി? അപ്പൊ അദ്ദേഹത്തിന്റെ ബലം തിരിച്ചു വന്നു. Praise God. This very evening, it's very morning in USA. I want to encourage the church today. Pray for more and more of God's power and love. The people who come to your church are delivered when they enter your church. ചർച്ചിൽ കയറുമ്പോൾ നിമിഷം തന്നെ അവരുടെ മേൽ ദൈവശക്തി ഇറങ്ങി, അവരുടെ മേൽ ഇരിക്കുന്ന ദുരാത്മാവ് ഇറങ്ങി പോവാൻ, ഒരു വലിയൊരു മിനിസ്ട്രി വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദേവാസ്മി. ഹല്ലേലൂയ. ആ സാക്ഷ്യം പറഞ്ഞ ആ മോൾ, I don't know her name. I heard, മറന്നുപോയി. Amen. God will use that daughter amidst Hindi speaking people. ഹിന്ദിക്കാരുടെ ഇടയ്ക്ക് ദൈവ മോളെ സാക്ഷിയാക്കി നിർത്തും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ആ മോളെ വെളിപ്പെടും. സഭയുടെ അകത്ത് ആ മോളൊരു ഇൻസ്ട്രുമെന്റ് ആയി മാറും. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ഒരു മോളായി മാറും. അതും ദൈവത്തിന്റെ ആലോചനയാണ്. ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് യഹോവയോർത്തുന്ന ആ സഭയ്ക്ക് ഒരു അസറ്റായിട്ട് ആ ഹിന്ദിക്കാരൊക്കെ കടന്നു വരുന്ന പോലെ, ആ സഭയുടെ അവസ്ഥ മാറുന്ന പോലെ ദൈവാത്മ അതിന് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണാം. Praise God. God has means and ways beyond what we can think of. Praise God. And this very evening, കർത്താവ് പറയുക, ഒരു വിഷയം പ്രാപിക്കണമെങ്കിൽ അശുദ്ധമായത് നമ്മൾ വിട്ട് കളയണം. Praise God. ദേവസ്വം പറഞ്ഞ പോലെ ശമരിയക്കാരിയായ സ്ത്രീയുടെ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് പ്രാപിക്കാൻ ആഗ്രഹമുള്ള, she wanted to receive something from the Lord. എന്താ അത്? She wanted to get the living water. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ദുബൈയിൽ പോയ സമയത്ത്, ഒരു മീറ്റിംഗിന് പോയ സമയത്ത്, December 31st ഞാനും അവർ ദേവദാസനും എല്ലാവരും കൂടി എന്നെ അവര് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി.
ഒരു ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോയി. അപ്പൊ അവര് സാധനം വാങ്ങിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു പോയ സമയത്ത് ഒരു ബ്ലാക്ക് ലേഡിയെ കണ്ടു. ഐ സോ എ ബ്ലാക്ക് ലേഡി. ഐ ഷുഡ് ബി ആൻ ആഫ്രിക്കൻ. I heard she was ആ മോളിൽ അവള് സാധനം വിൽക്കുന്ന ഒരു ലേഡി ആയിരുന്നു. So I just heard her say God is good. ഞാൻ കേട്ടു അവൾ പറയുന്നത് കേട്ടു God is good. ഞാൻ കാരണം ദുബായിലൊക്കെ മുസ്ലിം കൺട്രിയാണ്, അവിടെ ഇങ്ങനെ പബ്ലിക്കായി ആരും God's good പറയാറില്ല. So I turned back to her and I asked her, what did you say? She said God is good. I said, praise Lord, I'm a pastor. She said, oh, you are a pastor? God told me to tell her. ദൈവം പറഞ്ഞു അവളോട് പറ അവൾക്കൊരു മോളുണ്ട്, പക്ഷേ അവൾക്ക് ഭർത്താവില്ല. Tell her she has a daughter but she has no husband. I asked her, where is your daughter? അവൾ പറഞ്ഞു daughter is at home. I asked her, where is the husband? എനിക്ക് ഭർത്താവില്ല. ദൈവം പറഞ്ഞു അവളോട് പറ ശമരിയക്കാരിയെ റീബിൽഡ് ചെയ്തു, ഞാൻ നിന്നെ റീബിൽഡ് ചെയ്യാൻ പോകുകയാണ്. ആ മോളിൽ നിന്നുകൊണ്ട് അവൾ കരഞ്ഞു. She cried in the mall. യഹോവയുടെ കര അവിടെ മേളിൽ ഇറങ്ങി വന്നു. ആമേൻ. മാനസാന്തരത്തിന് അനുഭവം ഉണ്ടായി. പ്രൈസ് ഗാഡ്. ഇന്ന് ഞാൻ പറയട്ടെ, ജോൺ ചാപ്റ്റർ 4 വായിക്കുന്ന ഈ വാക്യം, പ്രൈസ് ഗാഡ്, ഇറ്റ് സേസ് ക്ലിയർലി, കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ ശമരിയക്കാരിയായ സ്ത്രീ അവിടെ വരികയാണ്. ആമേൻ. യേശു പറയുകയാ, if you drink this water, Jesus said, you will be thirsty. നീ വീണ്ടും ദാഹിക്കും. You will be thirsty again. But the water I give you, if you drink that, you will never thirst again. അതിന്റെ അർത്ഥം എന്താ? What is the meaning of that? ഈ കുടിക്കുന്ന വെള്ളത്തിന്റെ അർത്ഥം എന്താ? What is the meaning of this water? അവളെ ജീവിക്കുന്ന ജീവിത രീതി, അവളുടെ ശൈലി, the life of pleasure. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ 1 ഉണ്ട്. the life of pleasure she is living. യേശു പറയുക, നീ ഈ വെള്ളം കുടിച്ചാൽ, if you drink this water of sin, you will thirst again. പക്ഷേ the water I give you is the living waters. You shall never be thirsty again. Amen. അപ്പൊ അവള് പറയുക, കർത്താവേ ഒന്ന് തരാമോ? അവൾ ഓർത്തു, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരണ്ടായല്ലോ, റിമോട്ട് കൺട്രോൾ പോലെ നിൽക്കിയാൽ മതി, വെള്ളം കിട്ടും. യേശു അങ്ങനെയല്ല. Call your husband. അവൾ പറയുക, I don't have any husband. യേശു പറയുക, ശരിയാ പറഞ്ഞത്, you had 5 husbands. അപ്പോ മനസ്സിലായി പ്രവാചകനാണെന്ന്. ആമേൻ. ഇപ്പൊ 1 ഉണ്ട്, നേരത്തെ 5 ഉണ്ടായിരുന്നു. യേശു പറയുക, അവരൊന്ന് വിളിക്ക്. ഇത് വെറുതെ കിട്ടുന്ന സംഭവമല്ല, വില കൊടുത്താലേ മാത്രം കിട്ടൂ. യു ഹാവ് ടു പേ എ പ്രൈസ് ഫോർ ദി അനോയിന്റിങ്. കാത്തിരുന്ന് പ്രാപിക്കുന്ന കാത്തിരിപ്പ് യോഗങ്ങൾ സഭയ്ക്ക് ഉണ്ടെങ്കിൽ, God says, I will send the living water into the church, and the lives which are like valley of dry bones shall live in Jesus' mighty name. Hallelujah. It says the woman of Samaria came to draw water. യേശു പറയുക, കുടിക്കാൻ വെള്ളം താ. He was testing, വെള്ളം താ. And she said, Lord, you are a Jew, I'm a Samaritan. It's okay, but give me the water. Jesus said, this water you drink, you'll be thirsty. The water I give you, you shall never be thirsty again. What happens next? See, Jesus said, whosoever drinks of this water, in him it will become a fountain of water springing up to everlasting life. She surrendered her life and told Christ. She acknowledged him, and she was ready to confess her life to Jesus Christ. Amen. അവളുടെ ജീവിതം മൊത്തം ഒരു കലത്തിനകത്ത് എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. എന്താ കാരണം? ഈ വെള്ളം കുടിച്ചാൽ, ഏത് വെള്ളം? അവിടെ കലത്തിലിരിക്കുന്ന വെള്ളവും ഈ കിണറ്റിലെ വെള്ളം നീ ദാഹിക്കും. You will be thirsty of this water. യേശു പറയുകയാ, but the water I give you, നീ ഒരിക്കലും ദാഹിക്കത്തില്ല. അവൾ എന്ത് ചെയ്തു? കലം വെച്ചിട്ട്, യേശു verse 28 says, the woman then left a water pot, went away into the city. അവിടെ കലം യേശുവിന്റെ കാൽക്കൽ വെച്ചു. എന്താ വെച്ചത്? സാധാരണ കലകല വെച്ചത്. അവളെ ജീവിതം മൊത്തം കാൽക്കൽ വെച്ചു. ഹല്ലേലൂയ. 5 ഭർത്താക്കന്മാരുണ്ട്, ഉണ്ടായത് 1 ഇപ്പോ ഉണ്ട്. ആമേൻ. എല്ലാം കൂടെ യേശുവിന്റെ കാൽക്കൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ആമേൻ. The woman brought a water pot. ആമേൻ. കലം കൊണ്ടുവന്നവള് കിണറങ്ങോണ്ട് തിരിച്ചു പോയി. മനസ്സിലായ പ്രിയമുള്ളവരെ? കലം കൊണ്ടുവന്നവള് കിണറങ്ങോണ്ട് തിരിച്ചു പോയി. The ones who brought a water went back with rivers of living water. എന്ത് പറ്റി? സമർപ്പിച്ചപ്പോൾ ഒരു ശമരിയ
പട്ടണം മൊത്തം ആമേൻ ബ്രോക്കണായ ഒരു സ്ത്രീ അവൾ യേശുവിനു വേണ്ടി നേടി. ഇന്ന് രാത്രി കാലം അശുദ്ധമായത് മാറ്റിവെച്ച് അവൻ ഹോളി ആയത് സ്വർഗീയമായത് പ്രാപിക്കാൻ റെഡിയാണെങ്കിൽ ഹല്ലേലൂയ, God shall send his power upon you and deliver every one of you and make you an example for his kingdom. Hallelujah. Thank you Jesus. ഞാൻ ജനിച്ചു വളർന്ന എല്ലാം, ഞാൻ സാക്ഷ്യം പറയാൻ വിട്ടുപോയി. സോ ഹല്ലേലൂയ. ജനിച്ചു വളർന്ന എല്ലാം വാരണാസിയിലാണ്, ബനാറസിലാണ്. അവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് അത് പറയാൻ ഒരു നടത്തിപ്പില്ലാത്തതുകൊണ്ട് അത്ര അതിലേക്ക് കയറുന്നില്ല. പക്ഷെങ്കിൽ ആമേൻ അതിനുശേഷം ഞാൻ 11th 12th വരെ ഞാൻ അവിടെ പഠിച്ചിട്ട് ഐ കെയിം ബാക്ക് ടു ബാംഗ്ലൂർ. ഇവിടെ ഞാൻ എൻ്റെ അപ്പച്ചൻ മുതൽ തന്നെ വി വർ ഇൻ UP. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഹിന്ദിയാണ് കൂടുതൽ പറയാൻ ഈസി. So I came ബാംഗ്ലൂരിൽ ഞാൻ പഠിച്ചു, എൻ്റെ MPhil ഫിനിഷ് ചെയ്തു. I was working in a college called Christ University in Bangalore. ഒരു നല്ല ജോലിയായിരുന്നു. ആ ജോലിയുടെ ഇടയ്ക്ക് ദൈവാത്മാവ് ഒരു ദിവസം പറഞ്ഞു, 26 വയസ്സിൽ ഒരു രാവിലെ God spoke to me and said, leave your job today. നിന്റെ ജോലി ഇന്ന് നീ രാജിവെക്കണം. അങ്ങനെ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന നല്ലൊരു ജോലി അത് വിടുവാൻ അന്ന് പോയി റെസിഗ്നേഷൻ ലെറ്റർ എഴുതി അന്ന് ജോലി വിട്ടു. അന്നോട് ഇന്ന് വരെ ഫുൾ ടൈം വേലയ്ക്ക് വേണ്ടി ദൈവാത്മാവിനെ ഇറക്കി. ഇത്രയും ഭാഗ്യം, ഇത്രയും സൗഭാഗ്യമുള്ള, ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു ശുശ്രൂഷ, ഒരു ദൈവത്തിന് വേണ്ടിയുള്ള ഒരു സർവീസ്, I am enjoying it. Hallelujah. You know why? Because I am ready to serve God, to bring the youngsters and to bring the people who are desperately in need of Christ into faith. Karanam, people are dying of depression. People are, in the USA, you all know how LGBTQ and all these sorts of problems are rising. But I'm telling you, if you stand for God, God shall use you to break the bond of wickedness and set free the captives who need liberation, who need liberty. You are the mouthpiece of God who will speak His powerful word and bring out the people from the captivity. രാത്രികാലം എന്താ ആലോചന, എന്താ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂത്? ആമേൻ. അശുദ്ധമായ തുടരുത്. ലീവ് അൺക്ലീൻ തിങ് ആൻഡ് കം ഔട്ട്. ഈ ദിവസങ്ങളിൽ കാത്തിരിപ്പ് യോഗം വെക്കുക. അടുത്ത് മാർച്ച് ആകുന്നതിന് മുമ്പ് തന്നെ സഭയുടെ അകത്ത് വലിയൊരു മൂവ്മെന്റ് ദൈവാത്മ ചെയ്യാൻ പോവുകയാണ്. ബിഫോർ നെക്സ്റ്റ് മാർച്ച്. It will happen through a great waiting upon the Lord. ജോൺ എന്ന് പറയുന്ന അപ്പച്ചന്റെ കുടുംബത്തിന്റെ അകത്ത് ദേവദാസന്മാര് വചനമായി എഴുന്നേക്കും. വചനമായി ദേവദാസന്മാർ എഴുന്നേക്കും. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വില കൊടുക്കുന്നവര് ആ കുടുംബത്തിന്റെ അകത്തുനിന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വില കൊടുക്കുന്നവര് അപ്പച്ചോ ആ കുടുംബത്തിന്റെ അകത്തുനിന്ന് വേദപുസ്തകമായിട്ട് എഴുന്നേറ്റ് ദൈവത്തെ സേവിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പച്ചന്റെ ഭവനത്തില് ശ്രദ്ധിച്ച ദേവദാസന്മാർ തന്നെ കാണും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഫലമായി കണ്ണുനീരിന്റെ ഫലമായിട്ട് തന്നെ ദൈവാത്മ ചിലർ അങ്ങനെ എഴുന്നേൽപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. ശീമോൻ ക്രൂശിനെ ചുമക്കാനായിട്ട് തയ്യാറായത് കൊണ്ട് തന്നെ തലമുറ കർത്താവ് മാനിച്ചതുപോലെ ദൈവാത്മ പറയുക, പ്രിയ അപ്പച്ചനോട് പറയുക, ആ കുടുംബത്തിന്റെ അകത്ത് അങ്ങനെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ക്രൂശ് ചുമക്കാനായിട്ട് ശീമോൻ തയ്യാറായതുകൊണ്ട് അതിന്റെ ഫലം കിട്ടിയത് തലമുറയ്ക്കാണെങ്കിൽ ഇന്ന് ദൈവത്തെ പറയുകയാണ്. അതുപോലെ തന്നെ തലമുറകളെ ഹല്ലേലൂയ ദൈവത്തിന്റെ ക്രൂശ് ചുമന്നതിന്റെ ഫലമായിട്ട് ദൈവം കുടുംബത്തെ അനുഗ്രഹിച്ച് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ചുമല കൊടുക്കുവാനായിട്ട് ദൈവം കണ്ടിരിക്കുന്ന ഒരു കുടുംബമാണെന്ന് ഇന്ന് ദൈവ ദൂത് പറയുകയാണ്. അപ്പച്ച ഹല്ലേലൂയ. അസ്കനാദിയ വചനം പഠിപ്പിക്കുന്നവരായി വചനത്തെ മനസ്സിലാക്കി കൊടുത്ത് വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്ന ഒരു കുടുംബമായിട്ട് ദൈവം കണ്ടിരിക്കുന്ന കുടുംബമാണ് ജോൺ അപ്പച്ചന്റെ കുടുംബം. ഹല്ലേലൂയ. അതിനുവേണ്ടി കുടുംബത്തിനകത്ത് കാല് ബന്ധപ്പെട്ട് റൈറ്റ് ലെഗിനോട് ശത്രു പോരിടും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. റൈറ്റ് ലെഗ് ബന്ധപ്പെട്ട് ശത്രു പോരിടും പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവം പറയുന്നു പ്രാർത്ഥിക്കുവാണെങ്കിൽ അത് വഴി മാറി പോകുമെന്ന് ദൈവ ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. അസ്കനാദിയ ചിലത് വരുന്നതിന് മുമ്പ് തന്നെ അത് വഴി മാറിപ്പോകും. ഈ ദിവസങ്ങളിൽ നവംബർ മാസത്തില് റൈറ്റ് ലെഗിനോട് വലത്തെ കാലിനോട് ശത്രു പോരാതെ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രത്യേകം പ്രാർത്ഥിക്കണം. ടോണി ദാനിയേൽ പറയുകയാണ്, മാറായ മധുരമാക്കുന്ന അനുഭവം ഞാൻ തരും. പ്രൈസ് ഗാഡ്. ആമേൻ. He will turn the rivers of sadness to rivers of joy. ദൈവാത്മാവ് സ്റ്റെപ്പായിട്ട് പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന പോലെ സ്വപ്നം പോലെ പുറത്തു കൊണ്ടുവരും. പ്രത്യേകം പ്രാർത്ഥിച്ചോണം. God shall establish
ആമേൻ. റിവേഴ്സ് ഓഫ് ജോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ആമേൻ ആമേൻ. ആ ശത്രു ബന്ധിക്കുന്ന ചില വിഷയങ്ങൾ ഒന്ന് മാറി ഒന്ന് അലട്ടുന്ന വിഷയങ്ങള് ദൈവം അഴിച്ചു മാറ്റി ആമേൻ സമാധാനത്തിന് ദൈവമാകുന്ന ദൈവം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഹി ഈസ് എ ഗ്രേറ്റ് ഷെപ്പേർഡ്. എല്ലാം ദൈവം പറയുകയാ, എല്ലാ ആവശ്യങ്ങളും ഞാൻ കരുതും. ഒരിക്കലും ലോണും EMI എടുക്കരുത്. ഹല്ലേലൂയ. ദൈവം എല്ലാം കരുതിക്കോളും. ദൈവം ദൂത് പറയുക, അതങ്ങ് ഏറ്റെടുത്താൽ മതി. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഒരിക്കലും ലോണും EMI എടുക്കരുത്. ദൈവം എല്ലാം കരുതിക്കോളും. ഒരിക്കലും എടുക്കരുത്, കരുതിക്കോളും. അത് വലുതായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, വീടായിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, പിള്ളേരുടെ കാര്യമായിക്കോട്ടെ, ദൈവതാണെങ്കിലും കിട്ടിക്കോളും. ലോൺ എടുക്കരുത്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ഒരു തീരുമാനം അങ്ങനെയാണ്. ലോൺ എടുക്കത്തില്ല, EMI എടുക്കത്തില്ല. ദൈവതാണെങ്കിലും കിട്ടിക്കോളും, ഇല്ലെങ്കിൽ വേണ്ട. ഈ മീറ്റിംഗിന്റെ അകത്ത് പല്ല് ബന്ധപ്പെട്ട് ഞാനൊരു ഫൈറ്റ് മനസ്സിലാക്കുന്നു. ഐ ഡോണ്ട് നോ ഹൂ. ഈ മീറ്റിംഗിനകത്ത് പല്ല് ബന്ധപ്പെട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഐ ഡോണ്ട് നോ, ഞാൻ ഇങ്ങനെ പല്ലിന്റെ ഭാഗത്ത് ഒരു സെൻസേഷൻ, ഐ സെൻസ് എ ഫൈറ്റ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. പല്ല് ബന്ധപ്പെട്ട് ശത്രു ഇടുന്ന ഒരു വിഷയം ദൈവം അഴിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. സമയം തന്ന ദിവസം നന്ദി പറയുന്നു. I want to thank the pastor. I want to thank Brother Joel. My time is up, but I want to request you all to pray for our ministry. We have a church in Bangalore. We have all new members, but my dream, my desire is to serve God faithfully and to be a testimony for him. ആമേൻ ആമേൻ. അവസാന കാലഘട്ടത്തിൽ കർത്താവിനെ വില കൊടുക്കുന്ന, ജീവൻ കൊടുക്കുന്ന ഒരു സാക്ഷിയായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ആമേൻ. May God bless all of you. Amen. Stand firm in the word. May God give you health and strength. Thank you. Amen. Amen. താങ്ക് യു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവിക ആലോചന.